വളരെ വേഗം മറുപടി പറയും. അതിന് മുമ്പേ പറഞ്ഞൊരു കാര്യം പറഞ്ഞോട്ടെ. ഈ ഓയിലിന്റെയും ഡീസലിന്റെയും കണക്കൊക്കെ ഇപ്പോഴും വന്ന് വെച്ച് കലക്കാറുണ്ട് ഈ റോണി. 2 ലക്ഷം കോടി രൂപയുടെ ഓയിൽ ബോണ്ട് കൊടുത്തു തീർത്തതേ ഈ 10 വർഷക്കാലം ഇന്ത്യ മഹാരാജ്യം ഭരിച്ച നരേന്ദ്രമോദിയാണെന്ന് ബോധ്യം ഉണ്ടായിക്കോളൂ കേട്ടോ. മൻമോഹൻ സിംഗ് ഇറക്കി വെച്ച് പോകുമ്പോൾ ഉണ്ടാക്കി തീർത്ത പ്രശ്നമാണ് 2 ലക്ഷം കോടി രൂപയുടെ ഓയിൽ ബോണ്ട്. അത് കൃത്യമായിട്ട് ജനങ്ങളെ അംഗീകരിച്ചുകൊണ്ട് സമൂഹത്തിന് മുമ്പിൽ അത് കൃത്യമായി നടപ്പിലാക്കിയിട്ടുണ്ട് ഞങ്ങൾ. അത് മനസ്സിലാക്കോ. എന്താ ഈ റോണി പറയുന്നത്? ഞങ്ങൾ മതേതരത്വം 40 വട്ടം മതേതരത്വം പ്രസംഗിച്ചത് കണ്ടായില്ല റോണി. കൃത്യമായിട്ട് ഈ സമൂഹത്തിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിപ്പിച്ചിട്ടില്ല, അങ്ങ് വിഭജിപ്പിച്ചിട്ടില്ല. ഈ ഇന്ത്യ മഹാരാജ്യത്തെ വെട്ടിമുറിക്കുന്നതിൽ 1-ാം സ്ഥാനത്ത് നിന്നവരല്ലേ നിങ്ങൾ. നിങ്ങളുടെ ഈ രാഹുൽ എന്ന് പറയപ്പെടുന്ന വ്യക്തിയുടെ സ്വന്തം പേര് പോലും ജനങ്ങളെ പറ്റിക്കാൻ ഉപയോഗിച്ചതല്ലേ സോണിയയും രാഹുലും ഈ പ്രിയങ്കയും. അതിന്റെ പേരിൽ ഗാന്ധിയുടെ പേരിൽ സിമ്പതി ഉണ്ടാക്കി അതിന്റെ പേരിൽ വോട്ട് പിടിക്കാൻ നോക്കിയ നാണം കെട്ട പാർട്ടിയുടെ നേതാക്കന്മാർ ആരാണെന്ന് ചോദിച്ചാൽ നിങ്ങളാണ്. ജാതീയമായി ഈ നാടിനെ വെട്ടിമുറിപ്പിച്ചു, മതപരമായി ഈ നാടിനെ നോക്കിക്കണ്ടു. ഈ സമൂഹത്തെ എല്ലാ തരത്തിലുള്ള വിഭജനത്തിനും കൂട്ടുന്നതും നിങ്ങളാണ്. ഈ ഇന്ത്യ മഹാരാജ്യത്തെ ഏതെല്ലാം രീതിയിൽ പിന്നോക്കം വലിക്കാമോ അതിനെല്ലാം കൂട്ടുനിന്ന് നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടി ഭരിക്കുന്ന സമയത്താ. നിങ്ങൾ കുറെ കണക്ക് പറഞ്ഞില്ലേ. ഈ 2003 CABയിലെ ചർച്ച നടക്കുന്ന സമയത്ത് മൻമോഹൻ സിംഗ് ആ ചർച്ച നടക്കുമ്പോഴാണ് കൃത്യമായി പറഞ്ഞത് മൈനോറിറ്റീസ് എന്ന്. അപ്പോ ഈ നിങ്ങൾ പറഞ്ഞ ഈ വിഭാഗക്കാരൊന്നും ഈ ലോകത്തുണ്ടായിരുന്നില്ലേ? അവർക്ക് വേണ്ടി എന്താ മൻമോഹൻ സിംഗ് പ്രസംഗിക്കാഞ്ഞത്? ഈ ശ്രീലങ്കക്കകത്തുണ്ടായിരുന്ന തമിഴ് വംശജരുടെ വിഷയം അന്നുണ്ടായിരുന്നില്ലേ? എന്താ ഉണ്ടാഞ്ഞത്? അന്നൊന്നും മിണ്ടാൻ പറ്റാതെ ഇന്ന് വളരെ വർത്തമാനം പറഞ്ഞുകൊണ്ട് 4 ആളുടെ മുമ്പിൽ കയ്യടി മേടിക്കാനുള്ള ജിമ്മിക്ക് കാണിക്കാൻ വരുന്നോ? നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക. ഇന്ത്യ മഹാരാജ്യത്ത് ജനിച്ചു വളർന്ന ഓരോ വ്യക്തിക്കും CAA എന്ന് പറയപ്പെടുന്നത് കൊണ്ട് ഒരു പ്രതിസന്ധി ഉണ്ടാകാൻ പോകുന്നില്ല. ഇന്ത്യ ഈ നാടിനകത്ത് വരേണ്ടവരെ, ഈ നാടിനകത്ത് ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കാൻ വേണ്ടിയുള്ള ഒരു നിയമം തന്നെയാണ്. അന്യനാട്ടിൽ വിഷമം അനുഭവിക്കുന്ന, റിലീജിയസ് പെർസിക്യൂഷൻ അനുഭവിക്കുന്ന, മതപരമായി പീഡനം അനുഭവിക്കുന്ന ആളുകളെ ഈ നാട്ടിലേക്ക് കൊണ്ടുവരേണ്ട ഉത്തരവാദിത്തം ഈ നാടിന്റെ സ്വത്വമാണ്, നൈതികതയുടെ ഭാഗമാണെന്ന് വിശ്വസിക്കുന്ന ഒരു സംഘടന ഇന്ത്യ രാജ്യം ഭരിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് റോണി കിടന്നിങ്ങനെ കരഞ്ഞിട്ടോ നിലവിളിച്ചിട്ടോ കാര്യമില്ല. ഞങ്ങളൊരു കാര്യം തീരുമാനിച്ചാൽ റോണി അത് കൃത്യമായി നടപ്പിലാക്കുമെന്നുള്ളത് വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. അതുകൊണ്ടാണ് ഇന്ത്യ മഹാരാജ്യത്ത് 10 വർഷക്കാലം നരേന്ദ്രമോദി സർക്കാർ മനോഹരമായി ഭരിച്ചു വന്നതും കൃത്യമായ വികസന അജണ്ട നടപ്പിലാക്കിയതും ഇനി വരാൻ പോകുന്ന 5 വർഷവും അതേ നിലപാടോടുകൂടി തന്നെയായിരിക്കും ഞങ്ങൾ മുന്നോട്ട് പോവുക. നിങ്ങളുടെ നേതാവ് രാഹുലും സോണിയും പ്രിയങ്കയും ഒക്കെ ഇങ്ങനെ ജോഡോ യാത്ര നടത്തി കാശ്മീരിൽ കിടന്ന് ഐസിട്ട് കളിച്ചില്ലേ? അത് കളിച്ചതടക്കം ഞങ്ങളുടെ കൃത്യമായിട്ടുള്ള ഭരണ മികവിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് റോണി മനസ്സിലാക്കിയാൽ റോണിക്ക് നല്ലത്. കോൺഗ്രസ് പാർട്ടി ഈ നാടിന്റെ ദോഷം മാത്രം സമ്മാനിച്ച സംഘടനയാണ്, ഒരു സംശയവും വേണ്ട. ഞങ്ങളുടെ പാർട്ടി ഈ നാടിനെ കൈപ്പിടിച്ച് ലോക രാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ ഒന്നാമത് എത്തിച്ച പാർട്ടിയാണ്. അതുകൊണ്ട് ഞങ്ങളെ പഠിപ്പിക്കാൻ റോണി വരേണ്ട. അത് നമുക്ക് ജൂൺ 4-ാം തീയതി ഒന്നും കൂടി വേണമെങ്കിൽ ചർച്ച ചെയ്യാം. റോണി ഒന്നും കൂടി വേണമെങ്കിൽ ചർച്ച ചെയ്യാം. തോറ്റ് തുന്നം പാടി റോണി ഇരിക്കുമ്പോ നമുക്ക് അന്ന് ചർച്ച ചെയ്യാം. നിങ്ങളുടെ അസ്വസ്ഥതയൊക്കെ കൃത്യമായി മനസ്സിലാക്കുന്നു.